கண்ணே கண்ணான கண்ணே உன் மீது சாயவா உன்னான கையா பூ போல தீபாவா. ஐயோ சிப்பு காலங்கள் தோறும் ആന്റി ആന്റി എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്താ പോന്നെ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മധുരക്കാരും എല്ലാരും ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറണെന്നൊക്കെ. ആന്റിയാണെങ്കിൽ എന്നെ കണ്ടിട്ട് തിരിക്കാതൊക്കെയാണ് പോയത്. അതെന്ത് പറ്റി? சிபு, எனக்கு உங்ககிட்ட ஒரு விரோதம் இல்லை. ஆனா நடக்காத ஒரு விஷயத்துக்கு இப்படி பின்னாடி வந்தா ஒரு பிரயோஜனம் இல்லப்பா. എനിക്കറിയാം ആന്റി, എനിക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, എനിക്കതെല്ലാം അറിയാം. ആന്റി ഇനി എന്നെ കണ്ട് ചിരിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. சிபு அழாத. ഇല്ല ആന്റി, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ല. அப்படி இருந்தா நீ என்கிட்ட சொல்லு, நான் கேக்குறேனே. എങ്ങനെ? சிபு, உனக்கு என்ன வருத்தம் இருந்தாலும் நீ சொல்லு, நான் கேக்குறேன். ആന്റി കേക്കോ? கண்டிப்பா முழுசா கேப்பேன். പക്ഷെ എന്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാ ഞാൻ ഈ റോഡിന് നടുക്കുന്ന കരഞ്ഞു പോകും ആന്റി. അതുകൊണ്ട് ആന്റി എന്റെ കൂടെ ഷോപ്പിലോട്ട് വരുമോ? ஷோப்பா? ആമാ, ഷോപ്പ്. അതാകുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറയാലോ എന്റെ വിഷമങ്ങള്. இந்த பாரு சிபு, நான் கொஞ்சம் பொருள் தான் வாங்கியிருக்கேன், இனியும் நிறைய வாங்கறதுக்கு இருக்கு, அப்போ லேட் ஆகும். ആന്റി ആരും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി തരുമോ? 10 நிமிஷம்? 10 നിമിഷം. என்ன சீக்கிரம் விடணும்? സീക്കിരം വിടാം. சரி പോവാം. ബൈക്കുണ്ട്, ബൈക്ക്. பைக்கிலையா? ബൈക്കുണ്ട്. சீக்கிரம் விடணும். സീക്കിരം വിടാം. ஒரு நிமிஷம், நான் பிடிக்கல. பிடிச்சாச்சு, போலாம். ഇറങ്ങിക്കോ. இங்கயா? ഇങ്ങ ഇതാണ് നമ്മുടെ കട. சிபு, உன்னோட கடை வந்து ராக் ஸ்டார் தானே, பின்ன இங்க செல் பேலஸ்? ഇത് സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരന്റെ കടയാ. சரி, நம்ம எதுக்கு இங்க வந்தோம்? അതൊക്കെ പറഞ്ഞുതരാം, വാ അങ്ങോട്ട് വാ. അളിയ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആന്റി, എന്റെ ഫ്രണ്ട് ഒരു ആന്റി, അതായത്. வணக்கம். ஹலோ, உங்க பேர் என்ன? என் பேரு விஜயகாந்த். விஜயகாந்தா? அவர் எங்க ஊரு ஸ்டாரு. அப்படியா? உங்களுக்கு பிடிக்குமா அவரை? ரொம்ப பிடிக்கும். எனக்கும் தான். അല്ല, ആന്റിയുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ലേ. ഇല്ലേ? ഈ മെസ്സേജ് അയക്കാനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? இல்லப்பா. ഇല്ലേ? കോള് വിളിക്കുമ്പോഴാ? ഒരു പ്രശ്നവും ഇല്ല. കോൾ വിളിച്ചിട്ട് കട്ട് ചെയ്യുമ്പോ കട്ടായി പോകുന്നുണ്ടോ? போகுது. അപ്പൊ അത് ഭയങ്കര പ്രശ്നമല്ലേ? അത് വലിയ കംപ്ലൈന്റ് ആണ്. അത് പെരിയ പ്രശ്നയാ. പിന്നെ വലിയ പ്രശ്നമാണ് അത് ഫോണൊന്ന് കൊടുത്താലും നോക്കട്ടെ. നോക്കട്ടെ. அதுல கால் வருது. അത് வந்து മറ്റേ ഇത് കസ്റ്റമർ കെയർ പരസ്യ ആഡ്, அது கட் பண்ணட்டுமா? ஓ, இது ரொம்ப വലിയ பிரச்சனை. கோல் வருമ്പോ கட்டாയി போயிடுச்சு. அப்ப நமக்கு இது ശരിയാക്കട്ടാ? சீக்கிரம் குடுப்பியா? 5-10 മിനിറ്റ് അല്ലേ? சீக்கிரம் குடுப்பா, என்னோட வீட்டுல எல்லாரும் தேடுவாங்க. വേഗം ശരിയാക്കി തരാം, പ്രശ്നമൊന്നുമില്ല. നോക്കട്ടെ. சிபு, நீ வரும்போது சொன்னேல்ல உனக்கு ஏதோ வருத்தம் இருக்குன்னெல்லாம். ஆமா, வருத்தம் இருக்கு. ஆனா வருத்தம் ഞാൻ சொல்றேன். ஆனா ഇത് ഒന്ന് ശരിയാക്കി പോയിട്ട് വരട്ടുമാ? ഓക്കെ, സീക്കിരം കൊടുപ്പാ. വേഗം വരാം. ആന്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം. ഈ സ്പ്രേ ഒക്കെ എടുത്ത് വെച്ച് അടിച്ചു നോക്ക്.
இங்க மிளகாத்தூள் மல்லித்தூள் அதெல்லாம் கிடைக்காதா? മുളകാത്തൂള് മഞ്ഞത്തൂളൊന്നുമില്ല. മൊബൈലിന്റെ കേസ് അല്ല ചാർജർ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു, അല്ലെ സ്പ്രേ എടുത്തു വെച്ചാടി, നല്ല മണമുണ്ട് അത്. சீக்கிரம் கொடுப்பா. വേഗം വരാന്ന്, കുഴപ്പമില്ല, ശരിയാക്കിട്ട്. എന്ത് കുഴപ്പം, ഞാൻ ഇരിക്കല്ലേ, പേടിക്കണ്ടേ? അതെ ആന്റി, ഇത് നോക്കിയോ, ഞാൻ അത് അപ്പുറത്താണ് മെക്കാനിക്, ഇതിന്റെ ശരിയാക്കണ ആളുള്ളത്. അവിടെ ശരിയാക്കിട്ട് വേഗം വരാം, 5 മിനിറ്റ്. சரி, சீக்கிரம் வா. ജ്യൂസ് വേണമെങ്കിൽ ആന്റി കൂട് കേട്ടാ. ശരി. എപ്പോ നോക്കിയാലും മല്ലിത്തൂള് മുളകാത്തൂളെന്ന് പറഞ്ഞ് നടക്കും. എന്റെ കൊച്ച, നീ അത് കരണ്ട് തിന്നെ, അത് കടിച്ചു തിന്നു. അങ്ങനെ കരയാൻ വിളിക്കുന്നു. പറയണ്ടി. ഇത് കനവല്ല, റോക്സ്, ഷിബു റോക്സ്. ഹലോ, അല്ല കനകാന്റിയുടെ ഫോൺ എങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി? ഞാനൊരു പാവ മൊബൈൽ കടക്കാരനല്ലേ, ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഫോണും എന്റെ കയ്യിൽ വരും. നീ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ. അത് ബുദ്ധിമുട്ടാവുമല്ലോ. ബുദ്ധിമുട്ടാണെന്നാ? ശിവ, ഇതെന്തോന്നത്? നീ എന്തൊക്കെയാ പറയുന്നേ? നീ കളിക്കാതെ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങളൊരു പാമ്പിനെയാണ് നോവിച്ചിട്ടത്. വെറും പാമ്പല്ല, മൂർഖം പാമ്പ്. ശിവേ, ഞാൻ പറയുന്ന കേക്ക്, നീ കനകാന്റിക്ക് ഫോൺ കൊടുക്ക്. ആരും വയലന്റ് ആവരുത്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ കാര്യത്തില് ഒരു അനുകൂലമായ തീരുമാനം നിങ്ങൾ എടുക്കണം. എത്തിയില്ലെങ്കിൽ അങ്ങനെ പറയല്ലേ, നിങ്ങൾ പ്രശ്നം വഷളാക്കാതിരിക്കുക. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം എടുക്കുക. ശിവ, ചുമ്മാ കളിക്കല്ലേ, നിനക്ക് നമ്മുടെ സ്വഭാവം അറിയാലോ. നീ മര്യാദയ്ക്ക് കനകാന്റിക്ക് ഫോൺ കൊടുക്കുക. പറ്റത്തില്ല. എന്താ? കനകാന്റിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുക. ശിബു, എന്താ കാര്യം പറ. അയ്യോ, കനകാന്റി, കനകാന്റി, എന്താ മോളെ കാര്യം പറ. എനിക്ക് എങ്ങനെ അറിയാൻ? വാ ഇങ്ങോട്ട്. എന്താ പറ്റിയത്? പറയിപ്പിക്കരുത്. ഒരു പ്രശ്നമുണ്ട്. എന്താ? എനിക്കിപ്പോ കനകാന്റിയുടെ ഫോണിൽ നിന്നൊരു കോള് വന്നായിരുന്നു. പക്ഷെ എന്റെ അടുത്ത് സംസാരിച്ചത് ഷിബു റോക്സാ. ഷിബു റോക്സ് പറയാ, അവൻ കനകാന്റിനെ കിഡ്നാപ്പ് ചെയ്തു. കൊച്ചേ, ഷിബു റോക്സ് കനകാന്റിനെ തട്ടിക്കൊണ്ടുപോയിന്ന്. വേറെ വണ്ടി കയറി വെള്ളം എടുക്കണോ? ചേച്ചി, കനകാന്റിയുടെ ഫോണിൽ നിന്ന് കോൾ എന്ത് ചെയ്യണം? ഹലോ, ഞാൻ വീണ്ടും ഷിബു റോക്സ് ആണ്. വേട്ടാവളയാ, നീ കൊത്തി കൊത്തി മുറത്ത് കയറി കൊടുത്തടാ. പൊന്നു മോനെ, നിന്നെ എന്റെ കൈ കിട്ടിയ ചവിട്ട് കീറി പിഴിഞ്ഞെടുത്ത് നിന്റെ ചണ്ട ഞാൻ പട്ടക്കിട്ട് കൊടുക്കണം. പോലീസുകാരുടെ കൈ കിട്ടിയിട്ടല്ലോ, നീ ഉണ്ടോ ഇന്നണ്ട വരും. അല്ല, ഇതെങ്ങാനും നിങ്ങൾ പോലീസിനെ അറിയിച്ചാൽ? പോലീസിനെ അറിയിച്ചത് നീ എന്ത് ചെയ്യോടാ? കനാൻഡിനെ തട്ടിക്കളയോ? നിങ്ങൾ ഇപ്പൊ പോലീസിനെ അറിയിച്ച് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവമേ കിഡ്നാപ്പാണ്, കിഡ്നാപ്പ്. രണ്ട് കൂട്ടർക്കും അമിതാവേശം വേണ്ട. നിങ്ങൾ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കും. അണ്ണാ, ഞാൻ നല്ലൊരു പൈനലാണ്. എന്റെ ജീവിതം സ്പോയിൽ ചെയ്ത് കളയല്ലേ പ്ലീസ്. എനിക്കൊരു ജീവിതം താ. എടാ മോനെ,
നിന്നെ കല്യാണം കഴിച്ച് ഞാനൊരു ജീവനം തന്നാ മതിയാ നിനക്ക്? അതിന് ഞാൻ സമ്മതിക്കണ്ടേ? അയ്യോ അത് വേണ്ട. എടാ വെച്ചിട്ട് പോളായിരുന്നു. എന്നോട് ഫോൺ കട്ട് ചെയ്യാൻ പറയുന്നു. ഹലോ, ഞാനാണ് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ എനിക്കറിയാം എപ്പൊ കട്ട് ചെയ്യണ്ടാന്ന്. കേട്ടാ, താൻ പറയുമ്പോ കട്ട് ചെയ്യണമെങ്കിലേ താൻ കിഡ്നാപ്പ് ചെയ്ത് വെക്കണം. ഇത് ചുമ്മാ എന്നെ ഇതിന്റെ ഇടയിൽ വലിച്ചിട്ട് ഇപ്പോഴേ ഞാൻ ഫോൺ കട്ട് ചെയ്യും. അതാ ഒരു മാസ്. ഇല്ലല്ല, ദേഷ്യം വരും.